ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. പിന്നെന്താണ്, ഞാൻ ആരുടെടുത്തെങ്കിലും എന്തെങ്കിലും രീതിയിൽ ഈ കമൻറ്റിലെങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെ ക്ഷമിക്കണം. കാരണം ആദ്യമേ ക്ഷമ ചോദിക്കുകയാണ്. വേറൊന്നുമല്ല, ചിലവരെന്തെങ്കിലുമൊക്കെ ഫോൺ വിളിച്ചിട്ട് ബാഡായിട്ട് സംസാരിച്ചവർക്ക് ഞാൻ നല്ല രീതിയിൽ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. പിന്നെ എനിക്ക് യൂട്യൂബ് ചാനൽ കൊണ്ടൊരു നേട്ടം ഉണ്ടായിട്ടുണ്ട്. എന്താണ്, വീടിന് ചെറിയ ഹെൽപ്പ് കിട്ടിയിട്ടുണ്ട്. അത് അൽഹംദുലില്ലാ. അത് മാത്രമല്ല, എനിക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ യൂട്യൂബ് ചാനൽ വഴി കിട്ടി. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഇത്താമാരെ. അതിനകത്ത് ഒരാളുണ്ട്, എനിക്ക് ആമിന തൃശ്ശൂർ ഇഷ്ടമാണ്, അസൂറ വ്ളോഗ്സ്, ഈ പറയുന്ന എല്ലാവർക്കും യൂട്യൂബ് ചാനലുള്ളവരാണ് ചെറിയ രീതിയിൽ. ഞാൻ ആമിന തൃശ്ശൂരിൻ്റെ കാര്യം നിങ്ങൾക്ക് പറഞ്ഞ് ലിങ്ക് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ പറയാൻ പോണത് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട, പക്ഷേ എനിക്കൊരു പരിചയവും ഇല്ല, അധികം പരിചയമില്ല, ഒരു ഫോൺ കോളിൽ കൂടെ പരിചയപ്പെട്ടിട്ടുണ്ട്. എനിക്ക് ഗൂഗിൾ പേയിൽ ഒരു മാരിബ് സമയത്ത് കുറച്ച് പൈസ തന്നിട്ട് എനിക്ക് ദുആ ചെയ്യണേന്ന് പറഞ്ഞു. അപ്പം എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് അതിൻ്റെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് വലിയ സങ്കടം തോന്നി. കാരണം എന്ന് വെച്ചാൽ ക്യാൻസർ പേഷ്യൻ്റാണ്. ക്യാൻസർ എന്ന് പറഞ്ഞാൽ വയറിലെ ക്യാൻസറാണ്. അതിപ്പോൾ കീമോയ്ക്ക് ഹോസ്പിറ്റലിലാണ്. കീമോ കഴിഞ്ഞ് അതിൻ്റെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. കാരണം അത് സ്റ്റിച്ച് ചെയ്യണ സില ഡിസൈൻസ് എന്നാണ് ഞാൻ അതിൻ്റെ ഇത് കമൻറ്റ് ബോക്സിൽ വെക്കുന്നുണ്ട്. കാരണം ആ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. കാരണം അതിൻ്റെ 2-3-4 വീഡിയോസേ അത് ഇട്ടിട്ടുള്ളൂ. ഈ വയ്യാണ്ടായുള്ള വയറിൽ ക്യാൻസർ എന്ന് വെച്ചാൽ ഒരുപാട് തരത്തിലെ ക്യാൻസർ ഉണ്ട്. ഇതുവല്ല നമ്മൾ ഭക്ഷണം ചെന്നിട്ട് താങ്ങി നിർത്തുന്നത് എവിടെയാണ്? വയറ്. അപ്പം അതിൻ്റെ ഭക്ഷണ രീതി കേട്ടിട്ട് എനിക്ക് സങ്കടം തോന്നി. എനിക്ക് പെട്ടെന്ന് ആരെ അങ്ങനെ അട്രാക്ഷൻ വരൂല. എനിക്ക് ഓരോരുത്തർക്കും ഓരോ മൈൻഡ് ഉണ്ടല്ലേ. എനിക്ക് അതിനെന്തൊരു ജീവന് തുല്യമാണ്. അതിൻ്റെ കമൻറ്റിൽ പോയിട്ട് ഞാൻ പറയും, എനിക്ക് ജീവനാ. കാരണം എന്താണെന്നറിയാമോ, ഒരു ക്യാൻസർ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും പോലെയല്ല, അത് വേറൊരു രീതിയിലതാണ്. അവിടെ ചെല്ലണം. അപ്പം നമ്മൾ തന്നെ എന്താണ് പടച്ചോനെ, ഇത്രയും നമ്മുടെ ലോകത്ത് ക്യാൻസർ ഉണ്ടാ, ഇത്ര തരം ക്യാൻസർ ഉണ്ടാ. നമ്മൾ ബ്ലഡ് ക്യാൻസർ കേട്ടിട്ടുണ്ട്, വയറിൽ ആമാശയ ക്യാൻസർ കേട്ടിട്ടുണ്ട്, ബ്രെയിൻ അസ്ഥിമജ്ജ മാറ്റി വയ്ക്കുന്നത്, ഇതൊക്കെ കേട്ടിട്ടുണ്ട്. അതുപോലെ അല്ലാത്ത കുഞ്ഞ് ജനിച്ച മക്കൾ തൊട്ട് ക്യാൻസർ ഉണ്ട്. ഞാനിപ്പോൾ വേറെ ഒന്നുമല്ല പറയുന്നത്. ഒരുപാട് നമ്മുടെ കുടുംബത്തും നമ്മുടെ പരിചയത്തിലും ക്യാൻസർ എന്ന് പറയുന്നത് ഇപ്പോൾ സാധാരണ ഒരു പനി പോലെ ഒരു അസുഖമാണ്. പിന്നെ ഞാൻ ഇപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയാം, ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഇപ്പം മുമ്പൊക്കെ നല്ല പേരിങ്ങനെ ക്യാൻസർ അങ്ങനെ ചോദിക്കും. പക്ഷെ ഇപ്പം ക്യാൻസർ അങ്ങനെയൊന്നും അല്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് എന്താണ് പറയുന്നറിയാം, അതിൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എൻ്റെ വീഡിയോസ് കാണുന്നവർ, എൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ പോലെ കാണുന്നവർ, അതിന് നമ്മളൊരു സപ്പോർട്ട് കൊണ്ട് നമ്മളെ വീഡിയോ കൊണ്ട് ഒരുപാട് പൈസയാവും. ക്യാൻസർ എന്ന് പറഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങൾ നെഞ്ചിലെ ക്യാൻസറാണ് സ്ത്രീകൾക്കൊക്കെ വന്നാൽ അതൊക്കെ പെട്ടെന്ന് ഭേദമാക്കി എടുക്കാം. പിന്നെ ഇപ്പം ട്രീറ്റ്മെൻറ്റുകൾ ഒരുപാടുണ്ട്, പക്ഷെ നമുക്ക് താങ്ങൂല പൈസ. അപ്പം നിങ്ങൾ അതിനൊന്ന് സപ്പോർട്ട് ചെയ്യണം. സില ഡിസൈൻസ് എന്നാണ്, അത് സ്റ്റിച്ച് ചെയ്യും. കുഞ്ഞിൻ്റെ ഫ്രോക്കൊക്കെ ഉണ്ടല്ലേ. അപ്പം ഞാൻ അതിനെ വിളിച്ചിട്ട് ചോദിച്ച് എൻ്റെ കുഞ്ഞിനൊരു ഫ്രോക്ക് തച്ച് തരുമോയെന്ന് വെച്ച്. അപ്പോൾ പറഞ്ഞു എനിക്ക് ഇനി പറ്റില്ല, കാരണം അതങ്ങ് ക്ഷയിച്ച് അസുഖം മാറി അൽഹംദുലില്ലാ നല്ല രീതിയിലാണ്. നല്ല ദീനുള്ള ഒരിത്തായാണ്. ഞാൻ ഒരുപാട് നേരം സംസാരിച്ചിട്ടുണ്ട്. അപ്പോഴും എനിക്ക് തന്നെ ഞാനായിട്ടാണ് എനിക്ക് തോന്നിയത്, പടച്ചോനെ നമുക്ക് ആർക്ക് രോഗം വരാം. നിങ്ങൾ ഈ ബാഡ് കമൻ്റൊക്കെ പറയുന്നവരില്ലേ, ഒരു നിമിഷം മതി നമ്മുടെ അള്ളാഹു ഉയർത്താനും താഴ്ത്താനും. ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് എനിക്കൊരു ഗുണമെന്ന് വെച്ചാൽ ഇത്താനെ കിട്ടിയത്. അസൂറ വ്ളോഗ്സും ആമിന തൃശ്ശൂർ അവരൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ഒരു അട്രാക്ഷൻ തോന്നിയൊരു വീഡിയോ, കാരണം ഞാനൊരു വീഡിയോ ചെയ്യൂത്താന്ന് പറഞ്ഞു. എൻ്റെ കുഞ്ഞിൻ്റെ പ്രായമുള്ള ഒരു കുഞ്ഞ്, അതിൻ്റെ മൂത്തത് 2 മക്കൾ, ഭർത്താവ് കൂലിപ്പണി. ഞാൻ പറഞ്ഞു എനിക്ക് ആ വീടിന് വേണ്ടി തന്ന പൈസ നിനക്ക് ഞാനത് ഇപ്പം തിരിച്ചിട്ട് തരും. വേണ്ട, നീ ദുആ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. അതിൻ്റെ അസുഖം ഷിഫയാവണേ റബ്ബേ. എനിക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരുപാട് പേരുണ്ട്, എൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ പോലെ. അതുപോലെ നിങ്ങളും ദുആ ചെയ്യണം അതിന് വേണ്ടി. അതിൻ്റെ ഞാൻ കമൻ്റായിട്ട് ഇടുന്നുണ്ട്. കാരണം എൻ്റെ ഒരു വീഡിയോസ് കൊണ്ട് ചിലപ്പോൾ അതിനൊരു രൂപ. എൻ്റെ ഭർത്താവ് കൂലിപ്പണിയാണ്, ഒരുപാട് കഷ്ടതയില്ലേ. നമുക്ക് ആഗ്രഹം കാണൂലേ, നമ്മുടെ മക്കൾ ചെറിയ പ്രായം 36-38 വയസ്സൊന്നും വലിയ ഏജ് ഓവറുള്ളല്ല. അപ്പോൾ ഈ ക്യാൻസർ എന്താണെന്നും പലതരത്തിലുള്ള ക്യാൻസറുകളും ഒക്കെ ഈ ലോകത്ത് നമ്മുടെ കൺമുറ്റത്ത് തന്നെയുണ്ട്, നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ആ ആളുകൾ ഇന്നില്ല. പിന്നെ ഒരു ഉദാഹരണം പറയുന്നത്, നമ്മുടെ RCC റീജിയണൽ ക്യാൻസർ സെൻറ്റർ, അവിടെ ചെന്നിട്ട് നിങ്ങൾ ഒരു ദിവസം 1 മിനിറ്റ് കുട്ടികൾ വാർഡിൽ പോകണം, കണ്ണ് നിറഞ്ഞു.
ഞാൻ 3 മക്കളെ വളർത്തുന്നുണ്ട്. എപ്പോഴും പടച്ചോനെ എൻ്റെ ഒരു സാമ്പത്തികം ഇല്ല, എൻ്റെ മക്കളായാലും ഒരു മക്കൾക്കും ഒരസുഖവും വരുത്തല്ലേ പടച്ചോനെ എന്നാണ്. കാരണം ഞാൻ പെട്ടെന്ന് കരയുന്നൊരു വ്യക്തിയാണ്. എന്ന് വെച്ചാൽ എനിക്ക് എന്ത് സങ്കടം വന്നാലും താങ്ങാൻ പറ്റില്ല, കുറേ കരയും. പിന്നെ ഞാൻ ഒറ്റയ്ക്കിരിക്കാൻ അധികം ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയല്ല. എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആണെങ്കിലും വിളിച്ചിട്ട് സംസാരിക്കും, അപ്പോൾ കുറച്ച് ഓക്കെ ആവും. പിന്നെ മക്കൾ വന്നാൽ എനിക്ക് അവർ കൂട്ടുണ്ട്, അൽഹംദുലില്ലാ. അതുകൊണ്ടായിരിക്കും എനിക്ക് നല്ലൊരു ഹൈറായ ജീവിതം ഇല്ലാത്തതുകൊണ്ടായിരിക്കും എനിക്ക് റബ്ബ് മക്കളെ തന്നത്. ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ കാര്യം എൻ്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ ഫുള്ളാ വീഡിയോസ് കാണണം. കാരണം വെച്ചാൽ അതിൻ്റെ അവസ്ഥ വല്ലാത്തതാണ്. കാരണം നമ്മൾക്ക് യൂട്യൂബ് ചാനൽ കൊണ്ട് ഓരോരുത്തർ തുടങ്ങുന്നത് പണത്തിൻ്റെ അഹങ്കാരം കാണിക്കാനോ നിങ്ങളുടെ അടുത്ത് ആവശ്യമില്ലാത്തത് പറയാനോ അല്ല, നമുക്ക് നിവൃത്തിയേട് കൊണ്ടാണ്. അതിൽ നിന്ന് എന്തെങ്കിലും ഒരു വരുമാനം അതിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ കിട്ടട്ടെ. അത്രയ്ക്ക് അർഹതപ്പെട്ട ആൾക്കാരാണ് അവരൊക്കെ. കാരണം എന്ന് വെച്ചാൽ ഉള്ളത് മൊത്തവും ഇതാക്കി നല്ല ഹോസ്പിറ്റലിൽ കാണിച്ച് ആദ്യത്തെ ട്രീറ്റ്മെൻ്റ് എല്ലാം നല്ലൊരു എമൗണ്ടായി. കുഞ്ഞു മക്കളാണ്, അതിൻ്റെ സ്റ്റാറ്റസൊക്കെ കാണാം. അതിൻ്റെ പേരാണ് ജംഷീന എന്നാണ് പേര്. അതിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് അടിച്ചാൽ അറിയാം, സില ഡിസൈൻസ് എന്ന് വെച്ചാൽ അത് സ്റ്റിച്ച് ചെയ്യുന്ന ആളായിരുന്നു. പക്ഷെ ഇനി അതിന് പറ്റില്ല. കാരണം അള്ളാഹു രോഗം ഷിഫയാക്കി കൊടുത്താൽ ഇനി നാളത്തെ കാര്യം അറിയില്ല. ഒരുപാട് സംസാരിച്ച് റൂം കാര്യങ്ങൾ ഒരു കൂട്ടിലൊരു കിളീനെ പിടിച്ചിട്ടാൽ നമ്മൾ എത്ര ദിവസം, നമ്മളൊന്ന് റൂമിൽ പിടിച്ചിട്ടാൽ നമ്മൾ എത്ര ദിവസം ഇരിക്കും? അതിൻ്റെയൊക്കെ പോലത്തെ അവസ്ഥയായിരുന്നു, ഒരേ അവസ്ഥയാണ്. അപ്പോൾ ഈ കീമോയൊക്കെ എടുത്തിട്ട് വന്നെന്ന് പറഞ്ഞാൽ എൻ്റെ വേദനയൊന്നും താങ്ങില്ല. ഒരു മനുഷ്യന് റബ്ബ് താങ്ങാൻ പറ്റാവുന്നതിലധികം വേദന കൊടുക്കില്ല എന്നാണ്. പക്ഷേ നമ്മൾ ഇത് വന്നാൽ കീമോയൊക്കെ എടുക്കുമ്പോൾ അത്രയ്ക്ക് ബെഡിൽ നിന്ന് എണീക്കാൻ പറ്റില്ല, ആഹാരം കഴിക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ അതിൻ്റെയൊക്കെ സങ്കടം കാണുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് വിഷമമുണ്ട്. കാരണം എന്ന് വെച്ചാൽ റബ്ബ് ഒരുവനല്ലേ എന്ത് ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യണം. അപ്പോഴേ നിങ്ങൾ എൻ്റെ ഈ വീഡിയോസ് കാണുന്നവർ അതിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതിൻ്റെ വീഡിയോസ് ഫുള്ളൊന്ന് കാണണം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് അതിന് വരുമാനമൊന്നും ആയിട്ടില്ല, അതങ്ങനെ വീഡിയോസൊന്നും അധികം ഇടാറുമില്ല. പിന്നെ ഷോർട്ടൊക്കെ ഇട്ടാണ്ട് കീമോയുടെ കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ചൊവ്വാഴ്ചയായിരുന്നു കീമോ. പാവം അള്ളാഹു കാക്കട്ടെ എല്ലാവരെയും. നിങ്ങളും ദുആയിൽ ഉൾപ്പെടുത്തണം നമ്മളെ എല്ലാവരെയും. പിന്നെ വീടാവാൻ വേണ്ടി എത്രയും പെട്ടെന്ന് വീടായിട്ടുണ്ട്, പണി നടക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അതിനുള്ള പൈസ ആയി, എത്രയും പെട്ടെന്ന് ആ വീട് പൂർത്തിയാവണം. എനിക്ക് 3 മക്കളെ റബ്ബ് തന്ന് അവരെ സുരക്ഷിതമായിട്ടാവണം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ആർക്കും എപ്പോഴും എന്ത് സംഭവിക്കാം, റബ്ബിൻ്റെ തീരുമാനമാണ്. അപ്പോൾ ഇൻഷാ അള്ളാ മക്കളെ, നിങ്ങളെ ഞാൻ ഇപ്പോഴും പറയുന്നത് ജംഷീനായി ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതിന് 3 കുഞ്ഞു മക്കളാണ്, അതിൻ്റെ അസുഖം റബ്ബ് ഷിഫയാക്കണം. നിങ്ങൾ ദുആ ചെയ്യണം. ചിലപ്പോൾ ആരെങ്കിലും ഒരു ദുആ കൊണ്ട് റബ്ബ് ഇതാക്കിയാലോ നാളെ നമ്മളെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. പടച്ചവനെ, അള്ളാഹു നമ്മുടെ ഓരോ ചലനത്തെയും കാണുന്നുണ്ട് എന്ന ഓർമ്മയിൽ ഓരോരുത്തരും ജീവിക്കുക. മറ്റുള്ളവരെ കുറിച്ചിട്ട് പരദൂഷണം, നിന്റെ കുറ്റം തീർന്നിട്ടേ നീ മറ്റുള്ള കുറ്റം പറയാവൂ. കാരണം എന്ന് വെച്ചാൽ നാളെ എന്തു വന്നാലും താങ്ങാൻ ഈ പറയുന്നവരും ആരും കാണില്ല, താനും മാത്രം. ആ ഒരു പാഠം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് നമ്മളെ തടത്താൻ കഴിയില്ല. അതുകൊണ്ടൊക്കെയാണ് ഞാനിന്ന് ജീവിച്ചിരിക്കുന്നത്, ഞാനിന്ന് ഇവിടം വരെ എത്തുന്നത്. എൻ്റെ ലൈഫ് സ്റ്റൈലോ ലൈഫ് സ്റ്റോറിയോ ഡേ മൈ ലൈഫോ ഒക്കെ ഇടാൻ ഓരോരുത്തർ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാ കായസിന് കുഴപ്പമൊന്നുമില്ലെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ കുറേച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയും. ഒരുപാട് കഷ്ടത അനുഭവിച്ച ഒരു സ്ത്രീയാണ് ഞാനും. ഇവിടം വരെ എത്തി. എന്ത് രോഗമുണ്ട് എന്ന് റബ്ബിനല്ലാതെ ആർക്കും അറിയില്ല ഉള്ളിൽ. പടച്ചനെ അസുഖങ്ങളെ തൊട്ട് റബ്ബെ ഷിഫയാക്കണേ, അസുഖം തൊട്ട് കാക്കണേ എന്നാണ് നമ്മുടെ എല്ലാവരെയും ദുആ. എൻ്റെ ഉമ്മ ഉപ്പ, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ ബന്ധുക്കൾ, എൻ്റെ ഉമ്മ കൂട്ടര് വാപ്പാ കൂട്ടര് എല്ലാവരെയും കാര്യം ഞാൻ ആരെന്നൊന്നും എടുത്തു പറയുന്നില്ല. ആരെങ്കിലും ഒരു ദുആ കൊണ്ട് റബ്ബ് സ്വീകരിക്കും. അപ്പോൾ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതും എൻ്റെ നിവർത്തിയില്ലായ്മ കൊണ്ടാണ്. പടച്ചവൻ കാണുന്നുണ്ടെല്ലാം, പുറത്തു തരും. ചിലപ്പം ഞാൻ ഇതിൽ അന്യപുരുഷൻ കാണുന്നത്, മുഖം കാണുന്നത് ഹറാമാണ് എന്ന്, നമ്മുടെ സ്വരം കേൾക്കുന്നത് ഹറാമാണ്. ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ ഇങ്ങനെ ആയിപ്പോവും എന്ന് പറഞ്ഞ് ചിലപ്പോൾ നാളെ ഞാൻ യൂട്യൂബ് ചാനൽ കൊണ്ടുപോകണമെന്നില്ല. എന്തെങ്കിലും ഒരു സാഹചര്യം വന്ന് നിർത്തേണ്ടി വന്നാലും നിങ്ങൾ എന്നെ ദുആയിൽ ഉൾപ്പെടുത്തണം. ഇന്ന് അത്രയ്ക്ക് നിവർത്തിയില്ലാത്ത ഘട്ടമാണ്. ഞാൻ റബ്ബറും പാലെടുത്താൽ എൻ്റെ മക്കൾ അന്നം നടന്നു പോവില്ല. എന്തെങ്കിലും ഒരു വിഹിതം കിട്ടിയാൽ, ചിലപ്പോൾ ഇതിൽ നിന്നൊരു വിഹിതം കിട്ടിയാൽ നാളെ ഞാൻ രക്ഷപ്പെട്ടിട്ടും ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റിയാൽ അത് അൽഹംദുലില്ലാ. അപ്പോൾ ശരി മക്കളെ, അസ്സലാമു അലൈക്കും. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം. എല്ലാവരും, അത് ഇന്നാരെന്നൊന്നുമില്ല, എല്ലാവരും.
എല്ലാവർക്കും വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം. അപ്പോൾ ശരി എന്നാൽ അസ്സലാമു അലൈക്കും.